നമസ്കാരം, ഞാൻ പിന്റു ഷിബു. JK പ്രൊഡക്ഷൻ അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം കാക്കക്കെന്തിന് കൺമഷി. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ ബന്ധവുമില്ല. സംവിധാനം കല്ലൂർ ജോസ്. ക്യാമറ ആൻഡ് എഡിറ്റിംഗ് കബീർ അന്നമനട. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ CH123 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങോട്ട് നോക്കൂ. നീ എന്താ വിഷമിച്ച് വന്നത്? അച്ഛനോട് 10 രൂപ ചോദിച്ചിട്ട് തന്നില്ല. എനിക്ക് സ്കൂളിൽ പോകുമ്പോ കണ്ണെഴുതാനും പൊട്ടുകുത്താനും വേണ്ടിയാണ് അച്ഛൻ്റെ അടുത്ത് 10 രൂപ ചോദിക്കാൻ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് 10 രൂപ ചോദിച്ചത് നിനക്ക് 10 രൂപയുടെ കൺമഷി വാങ്ങിക്കാനാ ചോദിച്ചത്. ആ അച്ഛൻ വന്നല്ലോ. ഇരിക്കെ നീ എന്തിനാ 10 രൂപ ചോദിച്ചത്? പെങ്ങൾക്ക് കൺമഷി വാങ്ങാനാ. നീ അങ്ങോട്ട് നോക്കിയേ. ആ കാക്കയുടെ ചുണ്ടും കണ്ണും ചിറകും കാലും ഒക്കെ കറുത്താലേ. അച്ഛൻ എനിക്ക് കൺമഷി വേണം. നിനക്ക് എന്തിനാ കൺമഷി? നീ കറുത്തല്ലേ ഇരിക്കണത്. കൺമഷി ഇല്ലാതെ ഞാൻ സ്കൂളിൽ പോകില്ല. അച്ഛൻ വാങ്ങിച്ചു തരാ. അച്ഛൻ തമാശ പറഞ്ഞല്ലേ കേട്ടാ. അച്ഛനൊരു പാവാണ്. എന്തു പറഞ്ഞാലും വാങ്ങിച്ചു തരും. ഞാൻ പറഞ്ഞ അച്ഛൻ വാങ്ങിച്ചു തരില്ല. നീ സ്കൂളിൽ പോയി നന്നായി പഠിച്ച് നല്ല മാർക്കോടെ ജയിക്കണം. നിന്റെ ഈ കറുപ്പും ഒക്കെ മാറി നീ സുന്ദരി കുട്ടിയാവണം. അമ്മേ, എനിക്ക് ചായയില്ലേ? ഹലോ. ഫോൺ വിളിച്ചാലും കിട്ടില്ലെന്ന് എനിക്ക് തരാനുള്ള പൈസയും തരില്ല. നീ തരാനുള്ള പൈസ തരാണ്ടിരുന്ന എന്റെ സ്വഭാവം മാറും. നാളെ തുടങ്ങി നീ ചന്തയില് കൺമഷി വിൽക്കാൻ വരില്ല. രണ്ടു ദിവസം സ്കൂളില്ലാത്തത് ഭാഗ്യം. പുഴയിലെല്ലാം വെള്ളം കയറിയ കാരണം സ്കൂളില്ല. അതെ, 2 ദിവസം നിന്ന് കളിക്കാം. ടീച്ചർമാര് സ്കൂളിൽ നിന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ തന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. കനത്ത മഴയെ തുടർന്ന് പുഴയിൽ നിറച്ച് വെള്ളം കയറിയിരിക്കുകയാണ്. സർക്കാർ 2 ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. കൺമഷി വിൽക്കുന്ന ആളെ കണ്ടാൽ അവനെ പപ്പടം പൊടിക്കുന്നവരെ ഞാൻ പിടിക്കും. അവനാണ് ഈ കുട്ടികളെ ചീത്തയാക്കുന്നത്. നീ എന്തിന് എത്ര ചൂടാവണേ? കുട്ടികൾ കണ്ണെഴുതി സുന്ദരിയായിട്ട് സ്കൂളിൽ പോയിക്കോട്ടെ. അതിന് വേറൊരു കാര്യമുണ്ട്. നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നീ എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് മനസ്സിലാവണില്ല. സ്കൂളിൽ പോണ കുട്ടികൾ കണ്ണെഴുതുന്ന കൺമഷി എന്തെന്ന് നിനക്കറിയോ? അതിന്റെ പിന്നിലൊരു സംഭവം ഉണ്ട്. ഓ, ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? സംഭവം കിട്ടുന്ന അത് തന്നെയാണ് സംഭവം. ശരി, ഞാൻ പോണു. ശരി, കാണാം. മോളൊന്നും സ്കൂളിൽ പോയില്ലേ? പുഴയിലെ വെള്ളമൊക്കെ ഇറങ്ങിയില്ല. അമ്മാവാ, ഇന്നലെ അച്ഛൻ കൺമഷി വാങ്ങിച്ചിട്ട് കണ്ണെഴുതി കണ്ണിന്ന് വെള്ളവും തലവേദനയും വന്നിട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്കൂളിൽ പോയില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതി. അപ്പൊ നീ എങ്ങടെ പോണത്? ഞാൻ കൂട്ടുകാർക്ക് വീട്ടിൽ. നീ എവിടേക്കാ പോണേ? നിന്നേ. എന്താ പ്രശ്നം? നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
അത് നീ അല്ലാണ്ട് ഈ കൺമഷി പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുവോ? ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന കൺമഷിയാണ്. ഇപ്പോഴത്തെ കൺമഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മായം ചേർന്ന് വന്ന കൺമഷിയാണ്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? നീ കൊച്ചിനെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാം, എന്നിട്ട് പോലീസിൽ പരാതിപ്പെടാം. അത് മതിയോ? ആ, പോലീസിൽ പരാതി കൊടുത്താ പുലിവാലാവോ? അതൊന്നുമില്ല, നീ ധൈര്യമായിട്ട് കൊടുക്കണ. എന്നാ നമുക്ക് കൊടുക്കാം അല്ലേ? സാറുമാര് പോണ്ടല്ലോ. സാറേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? കൊച്ചി കൺമഷി എഴുതിയിട്ട് കണ്ണ് നിറച്ച് വെള്ളമൊക്കെ വന്ന് ബുദ്ധിമുട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. സാറെ, കൊച്ചു ഔഷധമായിട്ട് അവിടെ കിടക്കാണ്. ഇവിടെ ഒരു പല കുട്ടികൾക്കും ഇതുപോലെ പരാതി വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിക്കാനാണ് വന്നത്. ഞങ്ങൾ നോക്കാം, നടപടി എടുക്കാം. ഓക്കെ സാറേ, ശരി എന്നാ.